കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസം ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്കായിരിക്കാൻ കർത്താവ് നമുക്കിടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ഫിലിപ്പിയ ലേഖനം 4:4 വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ്. എപ്പോഴും സന്തോഷിപ്പിൻ. വീണ്ടും വീണ്ടും പൗലോസിന് പറയുവാൻ അതുമാത്രമാണുള്ളത്. തൻ്റെ കാരാഗ്രഹവാസമോ കപ്പൽ ഛേദനയോ കൂട്ടു സഹോദരന്മാരുള്ളതായ പീഡനമോ പട്ടിണിയോ അങ്ങനെ താൻ അനുഭവിച്ചതായ യാതൊരു ഭൗതിക ശാരീരിക ക്ലേശമോ തന്നെ തൻ്റെ ദൈവിക സന്തോഷത്തിൽ നിന്നും മാറ്റുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഇതെല്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ചെറിയൊരു പ്രശ്നത്തിൽ പോലും നാം എന്തോരം വിഷാദമുള്ളവരാകുന്നു, നിരാശിതരാകുന്നു, പിറുപിറുക്കുന്നു, മറ്റുള്ളവരോട് ഈർഷ്യ തോന്നുന്നു. എന്നാൽ ഇത്രയും ഉന്നത പദവിയുള്ളതായ പൗലോസ് തൻ്റെ കഷ്ടതകളുടെ മധ്യത്തിൽ പിറുപിറുപ്പില്ലാതെ തൻ്റെ സന്തോഷത്തെ പ്രകടിപ്പിക്കുകയും കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കാൻ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ അനുഭവിക്കുന്നതായ കഷ്ടങ്ങളല്ല നമുക്ക് വിഷയം. നിത്യപ്രത്യാശയ്ക്കായിട്ടുള്ളതായ നമ്മുടെ ലാക്കിലേക്ക് നമുക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്യാം. അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും നിത്യം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനോട് ചേർന്ന് നമുക്കൊരു വാചകം പ്രാർത്ഥിക്കാം. കർത്താവായ സ്വർഗത്തിലെ പിതാവേ, ഇന്ന് പകൽ സമയം ഞങ്ങൾക്ക് കേൾപ്പിച്ചതായ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ തളർന്നു പോകുന്നവരായിട്ടില്ല. ദൈവത്തോട് അടുത്ത് നിന്ന് കൂടുതൽ മറ്റുള്ളവരിലുള്ളതായ സന്തോഷത്തെ വർദ്ധിപ്പിക്കാനും ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയ്ക്കായി ലാക്കിലേക്ക് വിരുദിനായി ഓടുവാനും ഞങ്ങളെ ഇന്ന് പകൽ സമയം ഉത്ബോധിപ്പിച്ചതുപോലെ ഇടയാക്കുമാറാകണമേ. അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.